ഇന്ത്യ സഖ്യവും ബി.ജെ.പിയും തമ്മിലുള്ള പ്രത്യക്ഷ പോരാട്ടത്തിന്റെ ഫലമറിയാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കി. ഏറെ പ്രത്യേകതകളുള്ള തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതുപോലെയല്ല അവസാന ദിനങ്ങളിലേക്ക് നീങ്ങിയത്. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയാണ് തങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ബി.ജെ.പിയുടെ ഉറച്ച ശബ്ദത്തിന്റെ പിൻബലത്തോടെയുള്ള നീക്കങ്ങളായിരുന്നു ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ വോട്ടെടുപ്പിന്റെ 2-3 ഘട്ടം കഴിഞ്ഞതോടെ കഥ മുഴുവൻ മാറി. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ സഖ്യം സുരക്ഷിത വശത്തേക്ക് നീങ്ങുകയാണോ എന്ന് പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. രാജ്യത്ത് 1-2 റൗണ്ടുകൾക്ക് ശേഷം കുറഞ്ഞ വോട്ടിംഗ് ശതമാനം അതിന്റെ സൂചനയാണെന്നും വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, 2 റൗണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പെരുമാറ്റത്തിലെ വ്യത്യാസവും ശ്രദ്ധേയമായിരുന്നു. 2 ഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ആത്മവിശ്വാസത്തോടെയുള്ള പെരുമാറ്റമായിരുന്നില്ല 2ാം റൗണ്ടിന് ശേഷം ബി.ജെ.പി നേതാക്കളിൽ കാണാൻ സാധിച്ചത്. ഇതിനിടെ ഈ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് വീമ്പിളക്കിയ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് ആ സംഖ്യ കുറച്ചുകൊണ്ടുവന്നതും ശ്രദ്ധേയമായി. ചിലർക്ക് 300 വരെ എത്തി. ചിലർ കേവല ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെയും മറ്റ് ബി.ജെ.പി ഉന്നത നേതാക്കളുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും റോഡ് ഷോയും 2ാം ഘട്ടത്തിനു ശേഷം പെട്ടെന്ന് വർദ്ധിച്ചതും ഈ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. അതിനിടയിലാണ് ഒരു ശ്രദ്ധേയമായ മാറ്റം കാണുന്നത്. ബി.ജെ.പിയുടെ വിജയത്തെ മാത്രം പിന്തുണയ്ക്കുകയും മറ്റു പാർട്ടികളെ അപലപിക്കുകയും ചെയ്ത വാർത്താ ചാനലുകൾ ഇന്ത്യ സഖ്യത്തിന് പ്രാധാന്യം നൽകി തുടങ്ങിയെന്നുള്ളതും രാജ്യത്തെ അനിവാര്യമായ മാറ്റത്തിലേക്കുള്ള സൂചനകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചരണ പരിപാടികളിൽ മതം, മംഗളസൂത്രം, എരുമ എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഒരു കാരണവുമില്ലാതെ മോദി എന്തും പറയാൻ തുടങ്ങി എന്നർത്ഥം. ഈ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിൽ, പണപ്പെരുപ്പം, GDP തുടങ്ങിയ വസ്തുതകളെ മറച്ചുവെച്ചുകൊണ്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാത്ത് എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി മോദി സംസാരിക്കാൻ തുടങ്ങിയതോടെ ബി.ജെ.പി പ്രവർത്തകരും അപകടം മണക്കുകയായിരുന്നു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഏവരും ഒരു ധ്യാനം പ്രതീക്ഷിച്ചിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മോദി കഴിഞ്ഞ 2 തവണയായി തുടർന്നു വരുന്ന ധ്യാനം ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അവസാനഘട്ട പോളിംഗ് നടക്കുന്നതിന് 2 ദിവസം മുൻപ് നരേന്ദ്രമോദി ധ്യാനത്തിന് എത്തുകയായിരുന്നു. എത്തിയതോ ദക്ഷിണേന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ വിവേകാനന്ദ പാറയിലും. വിവേകാനന്ദ പാറയിൽ 45 മണിക്കൂർ ധ്യാനിക്കാനാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചത്. 2019 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷവും പ്രധാനമന്ത്രി 2 ദിവസം ധ്യാനിച്ചിരുന്നു. അന്ന് ഉത്തരാഖണ്ഡിലാണ് ധ്യാനം നടന്നത്. എന്തായാലും ഇത്തവണ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി ധ്യാനിക്കാൻ എത്തിയതോടെ കന്യാകുമാരി ജില്ല കനത്ത സുരക്ഷാ വിന്യാസത്തോടെ ഒരു കോട്ടയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തവണ അവസാനഘട്ട വോട്ടെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്താൻ തീരുമാനിച്ചത്? ഈ കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മോദി ധ്യാനത്തിനായി പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. വോട്ടെണ്ണലിന് 4 ദിവസം മുൻപാണ് നരേന്ദ്രമോദി ധ്യാനത്തിനായി കേദാർനാഥിലെത്തിയത്. അന്ന് ലോക്സഭാ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അത് കഴിഞ്ഞിട്ടില്ല. അവസാനഘട്ടം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ സമയത്താണ് നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തിയത്. വോട്ടെടുപ്പ് ദിവസം, അതായത് ഇന്ന്, ഈ ധ്യാനം അവസാനിക്കുകയും ചെയ്യും. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണ പരിപാടികൾ സമാപിച്ചതിന് ശേഷമാണ് മോദി ധ്യാനത്തിനായി എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ സമാപിച്ചത് പരസ്യ പ്രചരണമാണ്. ഇനി നടക്കാനുള്ളത് ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം. ആ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മോദി ധ്യാനത്തിനായി എത്തുന്നത് എന്ന് കരുതിയാൽ അതിനെങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? ഇതിനെ സാധൂകരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഇത്തവണ, അതായത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളുടെ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ പ്രധാനം. 2019 57 സീറ്റിൽ 32 സീറ്റിലും NDA ആയിരുന്നു വിജയിച്ചത്. അന്ന് UPAക്ക് ലഭിച്ചത് 9 സീറ്റുകൾ മാത്രമാണ്. ബാക്കി 16 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ്, BJD എന്നിവരും വിജയിച്ചു. എന്നാൽ ഇത്തവണ മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യമാണ് BJPയും മോദിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. കർഷക സമരവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമെല്ലാം BJPക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രതികൂല ഘട്ടത്തിന് ഏതെങ്കിലും രീതിയിൽ അനുകൂലമാക്കി മാറ്റാൻ നോക്കുക എന്നുള്ളതാണ് BJPയുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രധാന അജണ്ട. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 57 സീറ്റിൽ 32 സീറ്റിലാണ് കഴിഞ്ഞ തവണ NDA വിജയിച്ചെന്ന് പറഞ്ഞല്ലോ. അത് പോരാ, ഇത്തവണ ഒരു 50 സീറ്റിലെങ്കിലും വിജയിക്കണം. നിലവിലെ സാഹചര്യം അനുസരിച്ച് 20 സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അവസാനഘട്ട വോട്ടെടുപ്പ് BJP സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഏതു വിധേനയും എന്തെങ്കിലും കാണിച്ച് 10 വോട്ട് പിടിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്ന് BJPക്കും മോദിക്കും നന്നായി അറിയാം. ഈ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെയുള്ള ഒരേ ഒരു വഴി നിശബ്ദ പ്രചരണമാണ്. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഭക്തി ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്. ആ നിലയ്ക്ക് ഉറപ്പിക്കാം
ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത് എന്ന്. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന BJPയുടെ ഔദ്യോഗിക ദേശീയ പേജിലെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മണിക്ക് വന്ന പോസ്റ്റിലെ റിയാക്ഷനുകളാണിത്. ഇതുവരെ ആകെ ലഭിച്ച റിയാക്ഷനുകൾ ഒത്തിരിയുണ്ട്. അതിൽ ഭൂരിഭാഗവും കുമ്മോജിയാണെന്നുള്ളതാണ് സത്യം. കമൻറ്റ് സെക്ഷനും വ്യത്യാസമല്ല. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. മോദിയുമായി ബന്ധപ്പെട്ട് BJPയുടെ പേജിൽ വരുന്ന പോസ്റ്റുകളിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കുമ്മോജികൾ ഇടം പിടിക്കുന്നത്. ദേശീയതലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പരിഹാസ കഥാപാത്രമായി കഴിഞ്ഞോ എന്നാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. അതിനപ്പുറം ജനം ഇവരുടെ കോമാളിത്തരങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വർഗീയതയും വിഭജനവും കൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കും അധികകാലം നിലനിൽക്കാനാകില്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ടെന്നും അതിനിടയിൽ മറ്റു ചിലർ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ അപ്രമാദിത്വത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ പ്രതികരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അനിവാര്യമായ തിരിച്ചറിയലിൻ്റെ തുടക്കമാണോ ഇതെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അത് മനസ്സിലാക്കാൻ ഇനി 3 ദിനം കൂടി കാത്തിരുന്നാൽ മതി.